ചെറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കേരളത്തിലെ മണ്ണിന് പറ്റിയ ഒരു ഇനം ചെടിയാണ്. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇത് പ്രൂണിങ് നടത്തി. ചെറിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രസീലിയൻ അല്ലെങ്കിൽ സുരനം അല്ലെങ്കിൽ സ്റ്റാർ ചെറി എന്ന് ഒക്കെ പറയപ്പെടുന്ന ഒരു ചെറിയെ പറ്റിയാണ്. ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചെറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കേരളത്തിലെ മണ്ണിന് പറ്റിയ ഒരു ഇനം ചെടിയാണ്. ധാരാളം കായ്ക്കും. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ട് നോക്കിയാൽ തന്നെ അറിയാം. ഇതിപ്പോൾ 3 വർഷമായ ഒരു ചെറിമരമാണ്. നല്ലോണം നല്ല ഇലയിൽ കൂടെ വരും, ഓരോ തണ്ടിലും ഇതിൻ്റെ കായാണ്. അത് കൂടാതെ ഇപ്പം നല്ല പാകമായി കൊണ്ടിരിക്കുന്ന പഴങ്ങളുണ്ട്. ഇപ്പം പൂവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൂ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്, പൂ വരുന്നുണ്ട്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പല സ്റ്റേജിലുള്ള പഴങ്ങളാണ് ഇത്. ശരിക്ക് ആദ്യം നല്ല പച്ചക്കളറായിരിക്കും. ഇതാണ് പച്ചക്കളർ മാറി കുറച്ച് കളർ മാറി കുറച്ച് വൈറ്റ് വരും. വൈറ്റ് വന്ന് മഞ്ഞയായി പിന്നെ അത് റെഡ് കളറായി. ശരിക്ക് പഴുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് വീണ്ടും കുറച്ച് ബ്രൗണായി വരും. കുറച്ചുകൂടെ ബ്രൗണായി അപ്പോഴത്തേക്ക് പാകമായി അവർക്ക് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിറച്ച് കായ്ക്കും. ഇത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇത് പ്രൂണിങ് നടത്തി. അപ്പോൾ പ്രൂണിങ് നടത്തിയ ശേഷം നമ്മൾ സാധാരണ കായ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന് കായുണ്ടായി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, നിറച്ച് പഴമാണ്. എന്നിട്ട് കുറേ പഴങ്ങളൊക്കെ ഞങ്ങൾ പറിച്ചു എങ്കിൽ തന്നെ നല്ലോണം കായ്ക്കുന്നു. മാങ്ങ പിടിക്കുന്ന പോലെ തന്നെ ഏകദേശം കൊലയായിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയാണ്. സാധാരണ നമ്മുടെ വെസ്റ്റേൺ ചെറിയോ ഒന്നും ഇതുപോലെ കായ്ക്കുന്ന കാണുന്നില്ല. അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് ചെറിയാണ്. അതിന് പഴം നമുക്ക് കുറച്ച് നോക്കാം, അതിന് ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. സാമാന്യം വലിപ്പമുണ്ട്, വലിപ്പത്തിലുള്ള പഴങ്ങളുമാണ്. നിറച്ച് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പഴത്തിന്. സ്റ്റാർ പോലെ ഇരിക്കും, എല്ലാം സ്റ്റാർ പോലെ അതിൻ്റെ ഷേപ്പ്. അതാണ് ഈ ഞങ്ങൾ സ്റ്റാർ ചെറി എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് കഴിച്ച് നോക്കാം. പുളിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ചെറിയ മധുരമാണെങ്കിലും മധുരം അങ്ങനത്തെ ഒരു ഇതാണ്. ഇതിനകത്ത് 1-2 വിത്തുകളുണ്ട്. ഇത് നമ്മൾ സാധാരണ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചാണ് തൈകളൊക്കെ തയ്യാറാക്കുന്നത്. നമുക്ക് ഈ പഴത്തിനകത്ത് വൈറ്റമിൻ എ, സി, ഫൈബർ, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ പഴത്തിനകത്ത് ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ലോ കൊളസ്ട്രോള്, അതുപോലെ തന്നെ യൂറിക് ആസിഡ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങുക. ഒരു ചെടി ഇങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്ത് വെക്കുക, നമ്മളിത് കഴിക്കുക. അപ്പം നമ്മൾ രോഗത്തിൽ നിന്നൊക്കെ കുറേ വിടുതൽ നേടുക. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ നടീരീതിയെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ തൈകളൊക്കെ നടുന്നതുപോലെ തന്നെ നമ്മൾ ഇതിന് വലിയ ആഴമുള്ള കുഴിയൊന്നും ഇല്ല, കുഴപ്പമില്ല. ഒരു 1 അടി കുഴി എടുത്ത് അതിനകത്ത് നല്ലോണം ജൈവവളമൊക്കെ നിറച്ച് വെച്ച ശേഷം മാത്രം നമ്മൾ നടുക. അത് നട്ട് കഴിഞ്ഞാൽ വലിയ ഇതിന് രോഗങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ സാധാരണ നടുന്ന പോലെ നട്ട് കഴിഞ്ഞാൽ ഇത് വളർച്ച കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വർഷത്തിൽ 1-2 തവണ നല്ല ജൈവവളം ചേർത്ത് കൊടുക്കുക. രാസവളമൊന്നും അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത് കയറി വരുന്നത്. പിന്നെ ജലസേചനം ഉള്ളത് നല്ലതാണ് നമ്മുടെ അനുഭവത്തിൽ. ഇതിപ്പോൾ നമ്മളിവിടെയൊക്കെ സ്പ്രിംഗ്ലറൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലറൊക്കെ ഇട്ട് നനയ്ക്കുന്നതാണ്. അപ്പം നന കൊടുക്കുന്ന സമയത്ത് നല്ല ചെടിക്ക് നല്ല പുഷ്ടി കിട്ടും, നല്ല വളർച്ച കിട്ടും.
അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അതിന് രോഗങ്ങളൊന്നും കാര്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ അനുഭവത്തിൽ. ഇതിപ്പോൾ ഒരു 4 വർഷമായ ചെടിയാണ്. കാരണം നിങ്ങൾക്കറിയാം അടിയിൽ തന്നെ ഇത് ബുഷായിട്ടാണ്, ഒരു മേലോട്ട് അങ്ങനെ ഒറ്റത്തടിയായിട്ടല്ല പോയിരിക്കുന്നത്, ഇതിവിടെ ബുഷായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പം പരിചരണത്തിലെ കാര്യം ഈ എല്ലാ വർഷവും മഴ തുടങ്ങി ഒരു കഴിയുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് പ്രൂണിങ് നടത്തി അടുത്ത തണുപ്പ് വരുമ്പോഴത്തേക്കും അതിന് ഒരു ഈ ചെടിക്കൊരു ബ്രേക്ക് വരും. ആ ബ്രേക്ക് വരുമ്പോഴത്തേക്കാണ് എന്നെ തോന്നുന്നു ഈ കംപ്ലീറ്റ് പൂവായി എല്ലാം കായാകുന്നു. അല്ലെങ്കിൽ ഇതുപോലെയൊന്നും കാ പിടിക്കുകയില്ല. അപ്പം ബ്രേക്ക് വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ഒരു പ്രൂണിങ് നടത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിചരണം. ഇത് നമ്മൾ കൃഷി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, നടുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാർക്ക് ഇപ്പം ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് നമുക്ക് സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ നല്ല പോളി ബാഗ്, നല്ല കട്ടിയുള്ള പോളി ബാഗ് നടാം. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യപ്പെടുന്നത് എയർപോർട്ട് രീതിയിൽ എയർപോർട്ടിനകത്ത് നട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് നല്ലതാണ്. അപ്പം അടിയിൽ പ്ലേറ്റൊക്കെ ഉണ്ടാവും, അടിയിൽ നമ്മുടെ തൊടിയിലൊക്കെ വെള്ളം ഇപ്പം പോകാതെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം എയർപോർട്ട് നട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വളർച്ച കിട്ടും, പെട്ടെന്ന് കായ്ഫലം തരുന്നതായിരിക്കും. സാധാരണ ഇത് ഒരു 1.5 വർഷം കൊണ്ട് അല്ല 2 വർഷം കൊണ്ട് ഇത് പൂട്ട് കാവ് പിടിക്കുന്നതാണ്. അപ്പം നമുക്ക് സ്ഥലപരിമിതിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, മണ്ണുള്ളവർക്കാണ് മണ്ണിൽ ചെയ്യാം, ഏത് രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫലവൃക്ഷ തൈകൾ വളരുന്ന പോലെ വലുതായിട്ടൊന്നും പോവുകയില്ല. പിന്നെ അങ്ങനെ കുറച്ച് വലിപ്പം വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് പ്രൂണിങ് നടത്തി നമുക്ക് അതിൻ്റെ വളർച്ച നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ ചെടി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ അനുഭവങ്ങൾ, ഇതിൻ്റെ പഴം കഴിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ അതിൻ്റെ നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതിൻ്റെ ചെടികൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എയർപോർട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെടി സ്ഥലപരിമിതിയുള്ളവർക്ക് നടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എയർപോർട്ട് സംവിധാനം. അത് നമ്മുടെ കൈവശമുണ്ട്. ആവശ്യക്കാർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ രേഖപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ പ്രയോജനം. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.